സുഹൃത്തുക്കളെ, ഈ പ്രസംഗിക്കുന്ന ഞാൻ കാലകാലം പ്രസംഗിക്കൂല. ഞാനൊരു ദിവസം സ്റ്റേജിൽ നിന്നിറങ്ങും, എന്റെ പ്രസംഗം കഴിയും, ഞാൻ കാറിൽ നിന്നിറങ്ങും, എന്റെ വീട്ടിൽ നിന്നിറങ്ങും. ഞാൻ നിർമ്മിച്ചു വെച്ച വീട്ടിൽ മരണം വരെ ജീവിക്കാൻ എനിക്ക് ഒരുപക്ഷെ കഴിഞ്ഞാലും മരണത്തോടുകൂടെ ഞാൻ ഇറങ്ങിപ്പോകണം. എന്റെ വാഹനം മാറ്റണം, ഞാൻ മയ്യത്ത് കട്ടിലിൽ കയറണം, എന്റെ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് പോകും, എന്റെ മോതിരം ഊരിപ്പോകും, എന്റെ വാച്ച് അഴിച്ചു വെച്ച് പോകും, എന്റെ സ്ത്രീകളെ നമ്മുടെ സ്വർണങ്ങളെല്ലാം ഊരിപ്പോകും, അലിക്കത്ത് മുറിച്ചു പോകും, അല്ല വസ്ത്രങ്ങളെല്ലാം ഊരിപ്പോകും. അതേ, നമ്മെ ഒരു വെള്ളപ്പുതപ്പും പുതപ്പിച്ച് കിടക്കുന്നൊരു സമയം വരും. ആ കിടക്കുന്ന കട്ടിലിന്റെ മേലെ ഉറുമ്പ് കയറാതിരിക്കാൻ കട്ടിലിന്റെ കാലിന് മണ്ണെണ്ണയിൽ മുക്കിയ തുണി ചുരുട്ടുന്നത് കണ്ടിട്ടില്ലേ? ഓ സുഹൃത്തുക്കളെ, ഇന്നലെ വൈകുന്നേരം വരെ എടുത്തു ചുംബിച്ച പേരക്കുട്ടിയുണ്ട്. ആ പേരക്കുട്ടി മരിച്ചു കിടക്കുന്ന ഉപ്പാപ്പയെ കാണാൻ, ഉമ്മാമയെ കാണാൻ ഓടി വരുമ്പോൾ ഇന്ന് രാവിലെയും ഇന്നലെ വൈകുന്നേരവും ഒക്കെ ചുംബിച്ച ആ മകൻ സമീപത്ത് വരുമ്പോൾ കാരണവന്മാര് കുട്ടിയെ പിടിച്ചു മാറ്റുന്നു. കുഞ്ഞൻ മയ്യത്ത് കണ്ട് പേടിച്ചു പോകുമെന്നൊക്കെ പറയുന്നു. ഇങ്ങനെ ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് കേട്ടോ. മയ്യത്ത് കട്ടിലിൽ കയറിയൊരു യാത്രയുണ്ട്. നേരത്തെ പ്രസവിച്ച ഉടനെ ഞാൻ സ്വന്തം കുളിച്ചവനല്ല, എന്നെ കൊണ്ടുപോയി കുളിപ്പിച്ചതായിരുന്നു. ഇതുപോലെ ഞാൻ മരിച്ചു കഴിഞ്ഞാലും എനിക്ക് അവസാനത്തെ യാത്രക്കൊന്നൊരുങ്ങാൻ സ്വന്തം കുളിക്കാൻ കഴിയില്ല. എന്നെ മറ്റുള്ളവർ കുളിപ്പിക്കുന്നൊരു സന്ദർഭം വരും, മറ്റുള്ളവർ എനിക്ക് തുണി പുതപ്പിക്കുന്നൊരു സന്ദർഭം വരും, എന്റെ മൂക്കിനും കണ്ണിനും തൊള്ളക്കുമൊക്കെ പരുത്തി വെക്കുന്നൊരു സന്ദർഭം വരും, എന്നെ അതാ എടുത്ത് കൊണ്ടുപോകുന്നൊരു സന്ദർഭം വരും. നേരത്തെ നല്ല കട്ടിലിന്റെ മേലെ AC റൂമിൽ കിടന്ന ഞാൻ, പേര് കറക്കിയ ഞാൻ വളരെ ഇടുങ്ങിയ ഖബറിലേക്ക് എന്റെ ശരീരം ഇറക്കി വെക്കും. അവരതാ സമീപത്തുള്ള ആളുകൾ രണ്ട് കൈയും കൂട്ടിയിട്ട് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ പടച്ച റബ്ബാണ് നമ്മൾ.